മനുഷ്യൻ ഇന്ന് വരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ടെലസ്കോപ്പ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് തുടരുകയാണ്. പ്രപഞ്ച വികാസത്തിന്റെ വേഗത സംബന്ധിച്ചാണ് അമ്പരപ്പിക്കുന്ന വിവരങ്ങൾ ജെയിംസ് വെബ് ടെലസ്കോപ്പ് പുതുതായി നൽകിയിരിക്കുന്നത്. കാലം ചെല്ലുന്തോറും പ്രപഞ്ചം വികസിക്കുന്നു എന്നത് ശാസ്ത്രത്തിന് പുതിയ അറിവല്ല. എന്നാൽ പ്രപഞ്ച വികാസത്തിന്റെ വേഗത പല കാലത്ത് പലതായിരുന്നുവെന്നതിന്റെ കൂടുതൽ തെളിവുകളാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് പുതുതായി നൽകുന്നത്. പ്രപഞ്ച വികാസത്തിന്റെ വേഗതയിൽ പലപ്പോഴും വ്യത്യാസമുണ്ടായിരുന്നു എന്നതിന്റെ ആദ്യ സൂചന 2019 ഹബിൾ ബഹിരാകാശ ടെലസ്കോപ്പ് നൽകിയിരുന്നു. ഹബിൾ ദൂരദർശിനിയേക്കാൾ 100 മടങ്ങ് തെളിമയോടെ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുവാൻ ജെയിംസ് വെബ് ടെലസ്കോപ്പിന് സാധിക്കും. ഇതിലെ ക്യാമറകൾ ഇൻഫ്രാറെഡ് പ്രകാശത്തിനു വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത് തന്നെ വിദൂര പ്രപഞ്ചത്തിൽ നിന്നുള്ള വസ്തുക്കളെ കൃത്യതയോടുകൂടി പകർത്തുന്നതിന് വേണ്ടിയാണ്. വിദൂര പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന പ്രപഞ്ച വികാസം മൂലം റെഡ് ഷിഫ്റ്റ് സംഭവിച്ച പ്രകാശത്തെ ഉപയോഗിച്ച് വ്യക്തതയുള്ള ചിത്രങ്ങൾ എടുക്കുവാനും ജെയിംസ് വെബ് ടെലസ്കോപ്പിന് സാധിക്കും. പ്രപഞ്ച വികാസത്തിന്റെ വേഗതയിൽ വ്യത്യാസമുണ്ടെന്ന് ഹബിൾ സൂചന നൽകിയെങ്കിലും 2023 2024 ജെയിംസ് വെബ് ടെലസ്കോപ്പ് നൽകിയ കൃത്യതയാർന്ന വിവരങ്ങളാണ് ഇക്കാര്യം ഉറപ്പിച്ചത്. ജെയിംസ് വെബ് ടെലസ്കോപ്പ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് ശേഖരിച്ച വിവരങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത നൽകുന്നുണ്ട്. ആദ്യം ടെലസ്കോപ്പിന് സംഭവിച്ച പിഴവെന്നു കരുതിയെങ്കിലും അത് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ അത് പിഴവായിരുന്നില്ലെന്നത് തെളിയുകയാണ്. ഇനിയും നമുക്ക് ഏറെ മുന്നോട്ട് പോകാനുണ്ട് എന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ നൊബേൽ സമ്മാന ജേതാവും ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിലെ ഭൗതിക ശാസ്ത്രജ്ഞ പ്രൊഫസറുമായ ആദം റീസ് പറയുന്നത്. ഹബിൾ കോൺസ്റ്റന്റ് അഥവാ പ്രപഞ്ച വികാസ തോത് 2 രീതിയിൽ ഹബിൾ ടെലസ്കോപ്പിലെ വിവരങ്ങൾ ഉപയോഗിച്ച് കണക്കുകൂട്ടിയിരുന്നു. ആദ്യത്തേത് സാധ്യമായതിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ പ്രകാശം അടിസ്ഥാനമാക്കിയായിരുന്നു. ബിഗ് ബാങ്ങിന് ശേഷം വെറും 3.80 ലക്ഷം വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രകാശത്തെ അടിസ്ഥാനമാക്കി കണക്കുകൂട്ടിയപ്പോൾ സെക്കൻഡിൽ 67 കിലോമീറ്റർ വേഗതയിൽ പ്രപഞ്ചം വികസിക്കുന്നുവെന്നാണ് കണ്ടെത്തിയത്. സ്പന്ദിക്കുന്ന നക്ഷത്രമായ സെഫീഡ് വേരിയബിളിനെ അടിസ്ഥാനപ്പെടുത്തി അടുത്ത കാലത്തെ പ്രപഞ്ച വികാസ തോത് കണ്ടെത്തുവാനും ശ്രമിച്ചു. സെഫീഡ് വേരിയബിൾ നക്ഷത്രങ്ങളുടെ തിളക്കം കൂടുന്തോറും അത് പതിയെ മാത്രമേ സ്പന്ദിക്കുകയുള്ളൂ. പതിയെ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവയാണ് ഇവ. ഇവയുടെ തിളക്കവും സ്പന്ദന നിരക്കും അടിസ്ഥാനപ്പെടുത്തി സെക്കൻഡിൽ 73 കിലോമീറ്ററാണ് ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടിയ പ്രപഞ്ച വികാസ തോത്. ഈ പ്രപഞ്ച വികാസ തോതിലേക്കുള്ള വ്യത്യാസത്തിന്റെ കാരണമായി ഗവേഷകർക്കിടയിൽ അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നില്ല. ഇതിനിടെ ഹബിൾ ടെലസ്കോപ്പിന് പിഴവ് സംഭവിച്ചതാകാമെന്ന വാദവും ഉയർന്നു. സെഫീൽഡ് നക്ഷത്രത്തിൽ നിന്നുള്ള അകലം കണക്കുകൂട്ടുന്നതിൽ ഹബിളിന് 2% കൃത്യതയെങ്കിൽ ജെയിംസ് വെബിന് 8 അല്ലെങ്കിൽ 9%. ഇങ്ങനെ കൂടിയ കൃത്യതയുള്ള ജെയിംസ് വെബ് ടെലസ്കോപ്പ് കണക്കുകൂട്ടിയ സെഫീൽഡ് നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രപഞ്ച വികാസ തോത് സെക്കൻഡിൽ 72.6 കിലോമീറ്ററാണ്. ഇതോടെയാണ് ഹബിൾ ശരിയായിരുന്നുവെന്ന് ഉറപ്പിക്കുവാൻ വേണ്ടത് കൂടുതൽ തെളിവുകൾ ശാസ്ത്രത്തിന് ലഭിച്ചത്. ജെയിംസ് വെബ് ടെലസ്കോപ്പിലെ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഹബിൾ കോൺസ്റ്റന്റ് കണക്കുകൂട്ടിയ സംഘത്തിലെ അംഗമായിരുന്ന ഹോപ്കിൻസ് സർവകലാശാലയിലെ പ്രപഞ്ച ശാസ്ത്രജ്ഞൻ മാർക്ക് കമിയോൻകോവ്സ്കി പറയുന്നത് പോലെ നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ധാരണയിൽ എന്തൊക്കെയോ തെറ്റുകളുണ്ട്. ജെയിംസ് വെബ് ടെലസ്കോപ്പും ഹബിൾ ടെലസ്കോപ്പും നൽകിയ വിവരങ്ങൾ പ്രപഞ്ച വികാസത്തിന്റെ തോത് പല കാലങ്ങളിൽ പലതായിരുന്നുവെന്നതിന്റെ തെളിവുകളാണ്. വിദൂര പ്രപഞ്ചത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ജെയിംസ് വെബ് ദൂരദർശിനി നൽകുന്ന വിവരങ്ങളിലേക്കുള്ള പഠനങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ധാരണകൾ കൂടുതൽ വ്യക്തത നൽകുവാൻ ശാസ്ത്രത്തെ സഹായിച്ചേക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.